വേദപ്രയാഗ് മീഡിയയിലേക്ക് സുസ്വാഗതം. ഇന്നൊരു ചാനലിൽ ഒരു അവതാരിക സ്വാമി പൂജയെപ്പറ്റി പറഞ്ഞതാണ് നമ്മൾ ഈ കാര്യം പറയാനുള്ള ഒരു കാരണം. കാട്ടുമാടം മനയിൽ നമ്പൂതിരി ഇന്ന് നമ്മുടെ കേരള കുംഭമേള സ്ഥലത്ത് മാഘമാസ മേള സ്ഥലത്ത് പ്രത്യേക പൂജ നടക്കുകയാണ്. വിഷ്ണുമായ പൂജ അവർ ചെയ്തത് കറക്റ്റാണ്. അവരുടെ ഭാഗത്ത് എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. നമുക്കും അതിനോട് യോജിപ്പുള്ളതാണ്. അതിൻ്റെ കാര്യകാരണങ്ങൾ നമുക്കും അറിയാം. പക്ഷേ അത് അവതരിപ്പിച്ച ഒരു റിപ്പോർട്ടർക്ക് തെറ്റിപ്പോയി. കാരണം അവരുടെ ഭാഷയിലേക്ക് അത് വികലമായി വ്യാഖ്യാനിച്ച് വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ വ്യൂസിനും ലൈക്കിനും വേണ്ടിയിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ സ്വാമിയുടെ യഥാർത്ഥമായ പൂജകൾ പലവിധമുണ്ടെന്നുള്ള രീതിയിലേക്ക് വന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ശുദ്ധപൂജ, അശുദ്ധ പൂജ, രാത്രി പൂജ, പകൽ പൂജ, അങ്ങനെ പല വിധത്തിലുള്ള പൂജകളുണ്ടെന്നുള്ള ഒരു വ്യാഖ്യാനം അതിനകത്ത് വന്നു. സ്വാമിയുടെ ഭക്തന്മാരൊരിക്കലും തെറ്റിദ്ധരിക്കേണ്ട. ആ ലേഖികയുടെ അറിവിലേക്കും വേണ്ടി നമ്മൾ പറയുകയാണ്. ഇവിടെ നാളികേരത്തിനും, അതായത് തേങ്ങ, അതേപോലെ കുമ്പളങ്ങയിലേക്കും ആവാഹിച്ചുള്ള ക്രിയകൾ നടന്നു തുടങ്ങിയിട്ട് എത്ര കൂട്ടി കാലങ്ങൾ കൊടുത്തു കഴിഞ്ഞാലും അത് 1000 വർഷത്തിനപ്പുറത്തേക്ക് കിടക്കില്ല. കാരണം നാളികേരം ഒരിക്കലും കേരളത്തിൻ്റെ സ്വന്തമായ ഒരു ഉൽപ്പന്നമല്ല. അപ്പോൾ അതിനു മുമ്പ് ഇവിടെ ചാത്തൻ്റെ ആവാഹനം ഉണ്ടായിട്ടില്ലേ, ചാത്തൻ്റെ പൂജകൾ ഉണ്ടായിട്ടില്ലേ, ചാത്തന് വേണ്ടി നിവേദ്യം വെച്ചിട്ടില്ലേ, ചാത്തൻ്റെ ഉപാസകരുണ്ടായിട്ടില്ലേ? അവരെന്താണ് ചെയ്തിരുന്നത്? ഉപാസകൻ എന്താണോ കഴിക്കുന്നത് അതായിരുന്നു ചാത്തൻ്റെ നിവേദ്യം. അതാണ് ദൈവത്തിൻ്റെ നിവേദ്യം. അവൻ എന്താണോ കഴിക്കുന്നത്, ഉപാസകൻ എന്താണോ കഴിക്കുന്നത്, അത് തന്നെയാണ് ദൈവത്തിന് അവൻ നിവേദിച്ചുകൊണ്ടിരുന്നത് അവൻ്റേതായ രീതിയിൽ. അതുകൊണ്ട് ഒരു കാരണവശാലും നല്ല പൂജ, ചീത്ത പൂജ എന്നുള്ളത് വിഷ്ണുവായ ചാത്തൻ സ്വാമിക്കില്ല. ഒരൊറ്റ പൂജ മാത്രമേ ഉള്ളൂ. അത് സംശുദ്ധമായതാണ്. ശുദ്ധത്തിൻ്റെ മുകളിൽ ശുദ്ധതയുണ്ടെങ്കിൽ ആ ശുദ്ധതയ്ക്ക് അപ്പുറത്തുള്ള ശുദ്ധമാണ് സ്വാമിയുടെ പൂജ. കാരണം ആ ശുദ്ധതയ്ക്ക് അപ്പുറമുള്ള ആ ഏകാന്ത ശുദ്ധതയാണ് സ്വാമി. അത് തിരിച്ചറിഞ്ഞെങ്കിൽ ഇതിൻ്റെ മഹത്വം തിരിച്ചറിയുകയുള്ളൂ. ഓം ശ്രീ വിഷ്ണുമായ ചാത്തൻ സ്വാമിയേ നമഃ.